ആ ഏതപ്പോ അങ്ങനെ ഒരു എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. മിസ്റ്റ് ആയിരുന്നു, മതിയായിരുന്നു. ആ CB തന്നെ. ഇതിപ്പോ മറ്റേ അവിടെ നിന്ന് വരുന്ന ആ ഒരു ഇതാണ് കേട്ടാ, തണ്ടർ ബ്ലാക്ക് ആണ്. ഇതിപ്പോ ആരായിരിക്കും? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അപ്ഡേറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഗെയിമിലോട്ട് പുതിയൊരു പാക്ക് വന്നിട്ടുണ്ട്. ഏരിയൽ ഫോർട്ട് പിന്നെ ലോങ് റീച്ച് ടാക്കിളാണ് നമുക്ക് നെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള സ്കില്ല്. അതുപോലെ സീഡോർഫിന്റെ സ്കില്ലെന്ന് വെച്ചാൽ ലോങ് റീച്ച് ടാക്ക്, ഫിനോമിനൽ പാസ്. ജനറ്റിക് ഉള്ളത് ഫോർട്രസും ഫിനോമിനൽ പാസും ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇവിടെ സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കെന്തായാലും വേണ്ടത് നെസ്റ്റാണ്. കിട്ടുമെന്നറിയില്ല. 2700 കോയിനുണ്ട്. നെസ്റ്റന്റെ കാർഡ് കിട്ടിയാൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നെസ്റ്റാണ് നമ്മുടെ ടാർഗറ്റ്. 2700 കോയിനുണ്ട്, 3 ട്രൈ ചെയ്യാനുള്ള കോയിനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ 900 ഞാൻ സ്പിൻ ചെയ്യാൻ പോവാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ 900 കിട്ടിയ അത്രയും സന്തോഷം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, നേരെ 900 കൊടുക്കാണ്. ഓക്കെ, ഗൈസ്, അപ്പോൾ ആദ്യത്തെ 900 തന്നെ നമുക്ക് ഫുള്ള് ബേസ് കാർഡാണ്. ഫുള്ള് ബേസാണ് കിട്ടിയിട്ടുള്ളത്. അതെല്ലാ തവണയും അങ്ങനെ തന്നെയാണ്, നമുക്ക് കുഴപ്പമില്ല. ഇനി നമ്മുടെ കയ്യിലൊരു 1817 കോയിനുണ്ട്. അതിൽ നമുക്ക് ഗെയിമിനകത്ത് 140, പാക്കിനകത്ത് 140 പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ ടാർഗറ്റ് നെസ്റ്റ. എന്തായാലും നോക്കാം. 1800 കോയിനുണ്ട്, കിട്ടുമെന്ന് തോന്നുന്നില്ല. സെക്കൻഡ് 900 കൊടുക്കാണ്. രണ്ടാമത്തെ 900 സ്പിൻ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതൊക്കെ ആരടാ? എപ്പിക്കൊന്നും അടിച്ചില്ല ബ്രോ. രണ്ടാമത്തെ 900 അങ്ങനെ ഇവിടെ പൊട്ടിപ്പോയിരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ 900 നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടൈം കാർഡല്ല, സോറി, ഒരു ഹൈലൈറ്റ് കാർഡാണ്. ഹൈലൈറ്റ് കാർഡാണ്. നമുക്ക് ഈ രണ്ട് 900 സ്പിൻ ചെയ്തപ്പോൾ 20 പ്ലേസിൽ നമുക്കൊരു ഷോർട്ട് ടൈം ഹൈലൈറ്റ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ഒരു 900 കോയിനോടെ ഉണ്ട്. ഇതിലെങ്കിലും ഒരു പ്ലെയറെങ്കിലും കിട്ടിയാൽ മതി. ഇപ്പൊ അങ്ങനെയാണ് തോന്നുന്നത്. ഒരു ഹൈലൈറ്റ് കാർഡ് മാത്രം. അപ്പോൾ 2 ട്രൈ ചെയ്തിട്ട് നമുക്ക് ഒരു എപ്പിക് പോലും അടിച്ചിട്ടില്ല. മൂന്നാമത്തെ ഒരു ട്രൈ കൂടെ ഉണ്ട്. 900 കോയിൻസ് ഉണ്ട്. എന്തായാലും സ്പിൻ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ ഒരു എപ്പിക് അടിച്ചിട്ടുണ്ട്. മിസ്റ്റ് ആയിരുന്നു, മതിയായിരുന്നു. CB തന്നെ. ഇതിപ്പോ മറ്റേ അവിടെ നിന്ന് വരുന്ന ആ ഒരു ഇതാണ് കേട്ടാ, തണ്ടർ ബ്ലാക്ക് ആണ്. ഇതിപ്പോ ആരായിരിക്കും നോക്കാം. നെസ്റ്റ മതിയായിരുന്നു, നെസ്റ്റ. എടാ, സീഡോർഫ് വേണ്ടായിരുന്നു ഗൈസ്. അടിച്ചു മോനെ, സീഡോർഫിന്റെ കാർഡ് എന്തിന്? ഇതപ്പോ മൂന്നാമത്തെ സ്പിന്നിൽ നമുക്ക് ഒരു എപ്പിക് അടിച്ചിട്ടുണ്ട്. സീഡോർഫിന്റെ കാർഡാണ്, ബോക്സ് ടു ബോക്സ് ആണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 6000 കോയിനോടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഇതിനകത്ത് നിന്ന് സീഡോർഫിന്റെ ഒരു കാർഡ് കിട്ടി. നമുക്ക് മെയിൻ ടാർഗറ്റ് നെസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് സീഡോർഫിന്റെ കാർഡായിരുന്നു ഇതിനകത്ത് നിന്ന് കിട്ടിയത്. ബാക്കി ഇതിനകത്ത് 119 പ്ലേയേഴ്സേ ഉള്ളൂ. 119 പ്ലേയേഴ്സ് ഉണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് നെസ്റ്റ് മാത്രം കിട്ടിയാൽ മതി. 6000 കോയിൻസ് ഉണ്ട്.
വൈപ്പ് ചെയ്യാനുള്ള കോയിൻസ് ഇല്ലാന്ന് തോന്നുന്നു. വൈപ്പ് ചെയ്യാനുള്ള കോയിൻസ് ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. നെക്സ്റ്റ് കിട്ടിയാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്യാം. ജെനറ്റിയുടെ കാർഡ് വേണമെന്നില്ല. നെക്സ്റ്റ് കിട്ടിയ അവിടെ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ 900 പോവാം. ഓക്കെ എന്ന് ശരി. ഓക്കെ ബൈ. കഴിക്കോ? ഇല്ല ഗൈസ്, അപ്പോൾ ബേസ് ആണ്. 900 കൊടുത്തപ്പോൾ ബേസ് കാർഡാണ് ഫുള്ള്. കുഴപ്പമില്ല. 5100 കോയിനുണ്ട്. 109 പ്ലേയേഴ്സ് ഉണ്ട്. 109 പ്ലേയേഴ്സിനകത്ത് നമുക്ക് നെക്സ്റ്റ് ടൈം മാത്രം കിട്ടിയാൽ മതി. സിഡോർഫിനെ കിട്ടി, ജെനറ്റി വേണ്ട. ഓക്കെ, ഇനിയിപ്പോൾ വേണ്ടെന്ന് പറയുന്ന ആ ഒരു പ്ലെയർ ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. എന്തായാലും നോക്കാം. 900 കൊടുക്കാണ് ഗൈസ് ഇവിടെ. എടാ എന്തടാ, കോയിൻസ് കുറെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തരുന്നില്ല ഏട്ടാ. ഓക്കെ, വീണ്ടും ഫുള്ള് ബേസ് ആണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ബാക്കി 99 പ്ലേയേഴ്സ് ഉണ്ട്. വെറുതെ കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കൊണാമി പറ്റിച്ചേട്ടാ നമ്മളെ. വീണ്ടും ഫുൾ ബേസ് ആണ് ഗൈസ്. ഒരു ബ്ലാക്ക് അടിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത്ര കോയിന് പൊട്ടിയതല്ലേ, ഒരു ബ്ലാക്ക് അടിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ഒരാ അടിക്കുന്നില്ല, വെറുതെ തുറന്നു പോവാം. വേറെ എന്തിനാ? ഇനി 2400 കോയിന്, 6000 കോയിൻ കിടന്നാണ്. 2400 കോയിന് ബാക്കി. 79 പ്ലേയേഴ്സ്. അതിനകത്തുനിന്ന് നെക്സ്റ്റ് കിട്ടണം. ഓക്കെ ഗൈസ്, ഇപ്പോൾ 100 വെച്ച് കൊടുത്തു നോക്കാം അല്ലേ? 100 വെച്ച് കൊടുക്കാം. 100 വെച്ച് നമുക്കൊരു 4-5 സ്പിന്ന് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ 5 സ്പിൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കിട്ടോ? കൊണാമി പ്ലീസ് ഗീവ് മീ. എടാ, മുമ്പൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇപ്പോഴായിട്ടാണ് ഇങ്ങനെ ഇത്രയും കോയിൻസ് പോകുന്നത്. മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു 100 പ്ലേയേഴ്സ് ബാക്കി ഉണ്ടാവും, അതിനകത്തുനിന്ന് 3 പ്ലേയേഴ്സിനെ നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പോൾ ഒരുപാട് കോയിൻസ് സ്പിൻ ചെയ്യേണ്ട അവസ്ഥ. ഗൈസ്, ഇനി 1900 കോയിനുണ്ട്. ഒരു 100 കൂടെ ചെയ്യാം. ഒരു 100 കൂടെ ചെയ്യാൻ പറ്റുമോ? 1800 അല്ലേ? ഓക്കെ, ചേടാ 6000 കോയിൻ പോയ ഒരു പോക്ക്. ലാസ്റ്റ് ഒരു 2900 ചെയ്യാനുള്ള കോയിൻസ് ഉണ്ട്. അതിനകത്ത് 73 പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ 900 പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എടാ, ഇതെന്ത് അവസ്ഥയാണ് ഗൈസ്? ഇനി ഒരു 900 കോയിനൂടെ ബാക്കിയുള്ളൂ. അതിനകത്ത് ഇനിയിപ്പോ 63 പ്ലേയേഴ്സേ ഉള്ളൂ. നെക്സ്റ്റ് എങ്കിൽ ഈ ഒരു കോയിനിൽ കിട്ടിയാൽ മതിയായിരുന്നു. അവസാനത്തെ 900 ആണ്. എന്തായാലും വെറുതെ നെക്സ്റ്റ് തൊട്ടിട്ട് ഇറക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. വല്ലാത്തൊരവസ്ഥയാണല്ലോ ഇത്. ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 3252 കോയിൻസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇതിനകത്ത് 53 പ്ലേയേഴ്സേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ 3 സ്പിൻ ചെയ്യാൻ പറ്റും. 3900 സ്പിൻ ചെയ്യാൻ പറ്റുന്ന കോയിൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിസ്റ്റ പിന്നെ ജെനറ്റി ഇവർ രണ്ടുപേരേ ഉള്ളൂ. ജഡോർഫിന്റെ കാർഡ് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് എന്തായാലും കൊടുക്കാം. 900 വേണ്ട, 100 കൊടുക്കാം. ബാക്കി കോയിൻ സേവ് ചെയ്യാൻ പറ്റിയ അത്രയ്ക്ക് നല്ലത്. നെക്സ്റ്റ് കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ നെക്സ്റ്റ് പ്ലീസ് കം. എടാ തരൂലെന്ന് തോന്നുന്നു കേട്ടാ.
നെസ്റ്റ പെട്ടെന്ന് ഓടിവായോ. ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ. ഹൺഡ്രഡ്. ഇനി അതിനകത്ത് ഇനി 50 പ്ലേയേഴ്സ് ഉണ്ട്. 50 പ്ലേയേഴ്സിൽ നെസ്റ്റ സെനറ്റി മാത്രമുണ്ട്. ഷിഡോർഫിന്റെ കാർഡ് നമ്മൾ എടുത്ത് നെസ്റ്റ കിട്ടിയ സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും അത്രയും കോയിൻസ് ബാക്കി സേവ് ചെയ്യാമല്ലോ. എന്തായാലും നോക്കാം. ഓക്കെ, 100 കൂടെ ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ഒരു 100 ഉണ്ട്. അത് കഴിഞ്ഞ് ഇനി 900ന്റെ സ്പിന്നായിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. എടാ കിട്ടുന്നില്ല. ഇതിപ്പോ ഫുള്ള് വൈപ്പ് ഔട്ട് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടാ. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ 900 കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇതിൽ നമ്മളെ തേച്ച് ഗൈസ്. ഹൈലൈറ്റ് കാർഡ്. എത്ര ഹൈലൈറ്റ് കാർഡാണ് ഒരു ഇതിൽ? 3 ഹൈലൈറ്റ് കാർഡ് ഗൈസ്. സെക്കൻഡ് 900 കൊടുക്കാണ്. ഓക്കെ, അതിനിപ്പോ കിട്ടൂല. ലാസ്റ്റ് 900 ഉണ്ട്. ബാക്കി അതിനത്ര 28 പ്ലേയേഴ്സ് ഗൈസ്. ബ്ലാക്ക് അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഫുൾ എടുക്കേണ്ടി. ബ്ലാക്ക് അടിച്ചാൽ മതിയായിരുന്നില്ല, ഇനിയും കോയിൻ എടുക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ് അപ്പോൾ നെസ്റ്റനെ കിട്ടിയിട്ടുണ്ട്. അവസാന സമയം. ബാക്കി ഇനി എത്ര പ്ലേയേഴ്സ് ഉണ്ട്? ബാക്കി അതിനകത്ത് 18 പ്ലേയേഴ്സ് ഉണ്ട്. ഇനി വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും അതുകൂടെ ആ ഒരു പ്ലെയറെ കൂടെ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ആദ്യം ഒരു 100 കൊടുക്കാണ്. ഓക്കെ, വീണ്ടും ഒരു 100 കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതിലും കിട്ടൂലെന്ന് തോന്നുന്നു. അവസാനം ഒരു 900 കോയിനുണ്ട്. 16 പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ സ്പിൻ കൊടുക്കാണ് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. കിട്ടിയില്ല കളിയാ. ഇതിപ്പോ 900 കൊടുത്തിട്ട് കിട്ടിയില്ല ഗൈസ്. ലാസ്റ്റ് അതിനകത്ത് എത്ര പ്ലേയേഴ്സ്? 6 പ്ലേയേഴ്സ്. 6 പ്ലേയേഴ്സേ ഉള്ളൂ. 6 പ്ലേയേഴ്സേ ഉള്ളൂ ഗൈസ്. ഞാൻ 600 കോയിൻ കൂടെ എടുത്തിട്ടുണ്ട്. എന്തായാലും സ്പിൻ ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, 100 കൊടുക്കാണ്. വീണ്ടും ഒരു 100. അവസാനം തന്നെ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ഫൈനലി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ബാക്കി അതിനകത്ത് എത്ര പ്ലേയേഴ്സ്? 4 പ്ലേയേഴ്സേ ഉള്ളൂ. 4 പ്ലേയേഴ്സ് ബാക്കി. ഈ ഒരു പാക്ക് ഓപ്പണിങ്. 4 പ്ലേയേഴ്സ് ബാക്കി. അങ്ങനെ 3 പ്ലേയേഴ്സേ നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ ഗൈസ്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെയും ബൈ.